മെയ് 11 ഈസ്റ്ററിൻ്റെ 6-ാം ആഴ്ചയിലെ ശനിയാഴ്ച. യോഹന്നാൻ 16-ാം അധ്യായം 23 മുതൽ 28 വരെ വാക്യങ്ങൾ. ഒരു ദിവസം സിനഗോഗിലേക്കുള്ള യാത്രാമധ്യേ ഭക്തനായ ഒരു യഹൂദൻ തൻ്റെ പക്കൽ പ്രാർത്ഥനാ പുസ്തകം ഇല്ലെന്ന് മനസ്സിലാക്കി. ഇത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. അതുകൊണ്ട് അവൻ ഈ വിധത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു: കർത്താവേ, ഞാൻ ഇന്ന് വലിയൊരു മണ്ടത്തരമാണ് ചെയ്തത്. ഇന്ന് രാവിലെ പുറപ്പെട്ടപ്പോൾ എൻ്റെ പ്രാർത്ഥനാ പുസ്തകം എടുക്കാൻ മറന്നു. എൻ്റെ ഓർമ്മ വളരെ മോശമാണ്. എനിക്ക് ഒരു പ്രാർത്ഥന പോലും മനഃപ്പാഠം അറിയില്ല. അതിനാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്: മുഴുവൻ അക്ഷരമാലയും 5 പ്രാവശ്യം ഞാൻ ചൊല്ലാൻ പോകുന്നു. എല്ലാ പ്രാർത്ഥനകളും അറിയാവുന്ന അങ്ങേക്ക് അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിക്കാനും എനിക്ക് ഓർക്കാൻ കഴിയാത്ത പ്രാർത്ഥനകൾ രചിക്കാനും കഴിയും. ഇത് കേട്ടപ്പോൾ കർത്താവ് തൻ്റെ ദൈവദൂതന്മാരോട് പറഞ്ഞു: ഇന്ന് ഞാൻ ശ്രവിച്ച എല്ലാ പ്രാർത്ഥനകളിലും നിസ്സംശയമായും ഏറ്റവും മികച്ചത് ഈ പ്രാർത്ഥനയാണ്. കാരണം ഇത് ലളിതവും സത്യസന്ധവുമായ ഒരു ആത്മാവിൽ നിന്നാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു: നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ദൈവത്തോട് ചോദിക്കുക എന്ന ഈ ആശയം നമ്മെ തീർച്ചയായും പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു. നാം ദൈവത്തോട് ആവശ്യപ്പെടുന്നത് എന്തും മനസ്സിലാക്കാൻ യേശു ഈ സന്ദേശത്തിൽ ഒരു താക്കോൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അവൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചോദിച്ചാലും, അതായത് എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും. ഇതാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ അപേക്ഷയുടെ പ്രാർത്ഥനകളുടെ താക്കോൽ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് യേശുവിൻ്റെ നാമം ഉപയോഗിക്കുക എന്നാണോ? അല്ല. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് അവിടത്തോടുള്ള സ്നേഹവും വിശ്വാസവും പ്രകടിപ്പിക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ ആഴമാണ് അത്. യേശുവിന് നമ്മെ ഓരോരുത്തരെയും അടുത്തറിയാം. അവനെ അടുത്തറിയാൻ, നാം അവനെ അടുത്തറിയാൻ യേശു ആഗ്രഹിക്കുന്നു. നമ്മെ തൻ്റെ സ്നേഹത്തിൽ അല്ലെങ്കിൽ തൻ്റെ സൗഹൃദത്തിലേക്ക് യേശു നമ്മെ ക്ഷണിക്കുകയാണ്. യേശുവിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം നാം അവൻ്റെ അടുക്കൽ വരണമെന്ന് യേശു ആഗ്രഹിക്കുന്നില്ല. പകരം നാം അവനെ സ്നേഹിക്കുന്നതിനാലും അവനോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നതിനാലും നാം അവൻ്റെ അടുക്കൽ വരാൻ യേശു ആഗ്രഹിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സ്നേഹവും സൗഹൃദവും. തന്നെ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിച്ചത്: എൻ്റെ പിതാവേ,
കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും എന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിതാവായ ദൈവത്തോട് നാം എന്ത് ചോദിച്ചാലും അത് സ്വന്തം ജീവിതത്തിൽ യേശുവിലൂടെ ദൈവഹിതം നിറവേറ്റുവാനുള്ള നമ്മുടെ ആഗ്രഹമായിരിക്കണം. നമ്മുടെ ഇഷ്ടം അവിടുത്തെ ഇഷ്ടത്തോട് അനുരൂപപ്പെടുമ്പോഴാണ് നമ്മുടെ കർത്താവായ യേശുവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. ആ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.